നമസ്കാരം. ഇപ്പം നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. വൻകുടലിലാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടായിരിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം കാഴ്ചപ്പാടിൽ 73 വയസ്സ് പ്രായമുണ്ടെങ്കിലും ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുന്ന സൗന്ദര്യം, അതുപോലെ ശരീരത്തിൻ്റെ സൗന്ദര്യമാണെങ്കിൽ അത് അതിനപ്പുറം. അങ്ങനെ 73 വയസ്സൊന്നും തോന്നിക്കുകയില്ലാത്ത ഒരു പിന്നെ ആളെന്ന രീതിയിൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മമ്മൂക്കായ. അപ്പോൾ ആ മമ്മൂക്കായെ സംബന്ധിച്ച് എല്ലാവരും പറയാറുണ്ട്, മമ്മൂക്ക ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര നിയന്ത്രണമാണ്. അതുപോലെ അദ്ദേഹം രാവിലെ എണീറ്റ് 5 മണിയാകുമ്പം ജിമ്മിൽ പോകും. ഭക്ഷണമൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കഴിക്കുന്നത്. അങ്ങനെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന, ഡയറ്റൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു സിനിമാ ഫീൽഡിൽ തന്നെ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം. ഒരു 73 വയസ്സുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കാണുമ്പോൾ അങ്ങനെ ആ പ്രായം ഉണ്ടെന്ന് നമുക്ക് തോന്നുക പോലും ഇല്ലാത്ത ദുൽഖറിൻ്റെയൊക്കെ ജ്യേഷ്ഠനായിട്ട് തോന്നുന്ന പോലെ ഒരു വ്യക്തിയാണ് മമ്മൂക്കായ. അപ്പോൾ മമ്മൂക്കായ്ക്ക് കുടലിൽ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ആദ്യമേ ഒന്നും വിശ്വസിക്കാൻ പറ്റിയ ഒരു ന്യൂസല്ല. ഞാൻ സത്യത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ എന്തോ വെറുതെ ഗോസിപ്പ്, അങ്ങനെ ആരോ തള്ളിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് കരുതിയത്. പക്ഷെ കുറേ ഇങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതിലെന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്ന്. അപ്പോൾ ആർക്കായാലും അസുഖം വരും. അതിപ്പം അദ്ദേഹം സിനിമാ നടനാണെന്നും പറഞ്ഞുകൊണ്ട് അസുഖം വരാതിരിക്കുകയില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ പോലെ, അദ്ദേഹം അത്രയും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വന്നെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ പൊതുവെ എല്ലാ സാധാരണക്കാരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഭക്ഷണം വാരി വലിച്ച് കഴിക്കും, അങ്ങനെ ഡയറ്റൊന്നും എടുക്കുകയില്ല. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ പൊതുവെ മലയാളികൾ അങ്ങനെ അത്രയൊന്നും കാര്യങ്ങളിലൊന്നും ചിട്ടയും കാര്യങ്ങളൊന്നും വെക്കാറുള്ളതല്ല. അപ്പോൾ ഇദ്ദേഹം അത്രയും ഇത് കാര്യങ്ങളിൽ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം രീതിയെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ക്യാൻസർ വന്നെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതാണ്, അദ്ദേഹത്തിന് അത്ര ഇതായിട്ടുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ സാധാരണക്കാർക്ക് ഇതെന്താണെന്ന്. പിന്നെ അദ്ദേഹം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആയതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഛർദിലുണ്ടായി. അങ്ങനെ ഛർദിലുണ്ടായതിൻ്റെ ഇതായിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തു. അപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പോൾ അവിടെയാണ് ചികിത്സയ്ക്ക് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്ത് അസുഖം വന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു ജലദോഷം വന്നാൽ കുറച്ച് തുളസിയിലേക്ക് ഇട്ട് ആവി പിടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത്. അങ്ങനെയൊന്നും അതിൻ്റെ രൂക്ഷമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പറ്റിയില്ലാത്ത സ്റ്റേജ് വരുമ്പോഴാണ് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പം തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയതിൻ്റെ ഫലമായിട്ട് വിവരം അറിയാൻ സാധിച്ചു. സാധാരണക്കാരങ്ങനൊന്നും ചെയ്യാറില്ല, പൊതുവെ ആൾക്കാർ ചെയ്യുകയല്ല. നമ്മളെന്തെങ്കിലുമൊക്കെ ഒറ്റമൂലി പ്രയോഗമായിട്ട് നമ്മളിരിക്കും. അങ്ങേയറ്റം ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അദ്ദേഹത്തിന് വൻകുടലിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് അത് റേഡിയേഷൻ നടത്തിയാൽ മാത്രം മതി, അല്ലാതെ സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ റേഡിയേഷൻ നടത്തി കഴിയുമ്പം തന്നെ അത് മാറാനുള്ള കേസുകെട്ടേ ഉള്ളൂ. ഈ വൻകുടലിലെ ക്യാൻസറൊക്കെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് അത് മാറുന്നതാണ്. നമുക്കറിയാം ക്യാൻസറിന് 4 സ്റ്റേജ് ഉണ്ട്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഇല്ല. അങ്ങനെയാണ് തുടക്കത്തിൽ ഇതറിഞ്ഞതുകൊണ്ട് അത് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഇതാണ്. അദ്ദേഹം മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുടെ നിർമ്മിക്കുന്ന 100 കോടി രൂപ ചിലവാക്കിയ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം പോയേക്കുന്നത്. അതുപോലെ ദുൽഖറും കുറച്ച് നാളായിട്ട് ദുൽഖറിനെയും കാണാനില്ലാതെ വന്നപ്പോൾ ആളുകൾ ഇവരെ രണ്ടുപേരെയും കാണാതെ വന്നപ്പോൾ തിരക്കി. എല്ലാവരും ആദ്യമേ കരുതിയത് ഇപ്പം റംസാൻ മാസമാണ്, ഒരു മാസത്തെ നോമ്പൊക്കെയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ആണെന്നൊക്കെയാണ് ആളുകൾ കരുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വരുൺ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഇട്ട് ഇതുപോലെ അദ്ദേഹത്തിന് ഇതുപോലെ അസുഖമാണ് എന്നുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണെന്നുള്ള വാർത്ത വന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് റേഡിയേഷൻ നടത്തി അദ്ദേഹം ചികിത്സിച്ച് ഭേദമാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ വൻകുടലിലെ ക്യാൻസർ വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പുകവലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുണ്ടായിരുന്നു, അദ്ദേഹം ചെറുപ്പകാലത്ത് ഒരുപാട്
സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നെന്ന്. നമ്മൾ കരുതും ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുകയായിരുന്നു. പക്ഷേ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ നേരത്തെ ഇത് അതിൻ്റെ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ വല്യച്ഛന് എൻ്റെ അച്ഛന് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ സിഗരറ്റല്ല ബീഡി വലിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോഴത്തേക്കിന് കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് കാലിൽ ചെറുതായിട്ട് മുറിവ് വന്നു. ആ മുറിവ് പിന്നെ അതങ്ങ് ഇൻഫെക്ഷനായി. പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് നിക്കോട്ടിനാണെന്ന് മനസ്സിലായത്. അപ്പോൾ ആ വിരൽ മുറിച്ച് മാറ്റി. ഇപ്പോൾ ആളില്ല, എന്നാലും അങ്ങനെ നടക്കാൻ പറ്റത്തില്ലാത്തതായി. അങ്ങനെ പുകവലിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അതിൻ്റെ ആ വലിച്ചു കൂട്ടുന്നതിൻ്റെ കറ മുഴുവനും ശരീരത്തിലെ അവയവങ്ങളിലെല്ലാം കറുത്ത് പുക പോലെ, ആ പുകയുടെ ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇത് ചെല്ലുന്നു. അതുകൊണ്ട് പുകവലി എന്ന് പറയുന്നത് ഭയങ്കര മാരകമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് പിന്നീട് ഉണ്ടാകും. പക്ഷെ നമുക്ക് അത് വലിച്ചു കയറ്റി അണ്ണാക്കിലേക്ക് ഇറക്കുമ്പോഴത്തേക്കിന് ഇത് മനസ്സിലാവില്ല. പറയുന്നവർ പറഞ്ഞു കൊടുത്താലും അന്നേരം ആ സമയത്ത് മനസ്സിലാവില്ല. പക്ഷെ ഭയങ്കര ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ചെറുപ്പകാലത്ത് ഒരുപാട് അദ്ദേഹം പുക വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഇല്ലെങ്കിലും അദ്ദേഹം അന്നത്തെ ആ വലിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം വൻകുടലിൽ ഉണ്ടായേക്കുന്നതിനൊരു കാരണം തന്നെ. ഈ വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകുമ്പോൾ കുറേ നമുക്ക് വേദനകളൊന്നും അങ്ങനെ കാണാറില്ല. അത് നമ്മുടെ ശരീരത്തൊക്കെ കാണുന്ന ഈ ചെറിയ കുഞ്ഞു കുരുകളുണ്ടല്ലോ, ത്വക്കിൻ മേലെ ഉണ്ടാകുന്നത്, അങ്ങനത്തെ ഒരു കുരുവ് ഈ വൻകുടലിനുള്ളിൽ ചെറുതായിട്ട് കാണും. അത് നമ്മൾ തുടക്കത്തിൽ അറിയുവാണെങ്കിൽ അതങ്ങ് കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. ഇപ്പോൾ നമുക്ക് അത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഛർദിലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് പരിശോധിച്ച് കഴിയുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് വരും. വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാകുമ്പോൾ അത് കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ മാറാവുന്നതാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഈ മറുനാടൻ മലയാളി എന്നുള്ള ചാനലിൻ്റെ അകത്ത് ഈ ന്യൂസ് വന്നു. അങ്ങനെയാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. അവരെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. 23-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് as Mammootty is not keeping well. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. ഈ ചാനലിൽ വന്ന ഈ ന്യൂസാണ് ഞാൻ ആദ്യമേ കേട്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ അത് കേട്ടതിൻ്റെ പിന്നെ ഞാൻ പിന്നീട് വേറെ വാർത്തകളെല്ലാം കണ്ടു. അങ്ങനെ കണ്ടപ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ വീഡിയോ ചെയ്യാൻ കൊള്ളുകയില്ല. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കേട്ടതിൻ്റെ ഇതാണ്. എന്തായാലും അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം റേഡിയേഷനൊക്കെ കഴിഞ്ഞ് നല്ല പൂർവ്വ ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു വരും. അത് കഴിയുമ്പോൾ ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യുമെന്നാണ് കേൾക്കാനിടയായത്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ എല്ലാവരും തന്നെ ദുൽഖറും ഭാര്യയും എല്ലാവരും തന്നെ കൂടെയുണ്ട്. അവർ ചെന്നൈയിൽ വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി മരുമകനാണ് അവിടെ ഡോക്ടർ ആണ് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചല്ലെങ്കിലും അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും ഉള്ള കാര്യമാണ്. കാരണം അദ്ദേഹം അത്രയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ അത്രയും ഇത് നോക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവുകയില്ല. കാരണം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന് വേറെ മദ്യപാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല രീതിയിലുള്ള ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഈ മരുന്നിനോടൊക്കെ പ്രതികരിക്കുകയും കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയെന്നും നമുക്കറിയാം. അതുപോലെ നമ്മുടെ മഹാനടനാണ് മമ്മൂക്ക. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി കാണുന്നതാണ് അദ്ദേഹത്തെ. അപ്പം നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടാണ് കേട്ടത്. അദ്ദേഹം 73 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യത്തിന് ഒരു ഉടമയാണ്. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സൗന്ദര്യ കഥാപാത്രം തന്നെയാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വാർത്ത. അത് അങ്ങനെ തന്നെ വരികയുള്ളൂ. ഇനി ഈ വൻകുടൽ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന് അങ്ങ് 4ാമത്തെ സ്റ്റേജൊക്കെ ആയി കഴിയുമ്പം ഭയങ്കര വേദനകരം. എല്ലാ ക്യാൻസറിനും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഇതും ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും 100 വയസ്സുള്ള ആളാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഇതാണ്, അത്രയും ഇതാണ്. അപ്പോൾ ഈ വൻകുടലിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ മലവിസർജനം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാകും. ഇങ്ങനെ മലം തിങ്ങി നിൽക്കും. തിങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് വായിൽ കൂടെയൊക്കെ പോകേണ്ട ആ ഒരു അവസ്ഥയിൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ തിങ്ങി നിറഞ്ഞതിൻ്റെ ഫലമായിട്ട് മലം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കഴിയുമ്പം ഈ വൻകുടലിൽ പൊട്ടിപ്പോകേണ്ട അവസ്ഥ വരും. അങ്ങനെ പൊട്ടിപ്പോവുക എന്ന് പറയുമ്പോഴത്തേക്കിന് മലമെല്ലാം അവിടെ ഉള്ളിൽ മുഴുവനും സ്പ്രെഡാകുമ്പോഴത്തേക്കിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണെന്നാണ് ഇത് പറയുന്നത്. അപ്പം അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോഴാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേന് ഭയങ്കര വേദനയാണ്. പിന്നെ മരണം ആണ് എന്തായാലും മരണം ഉണ്ടാകും. പക്ഷെ അത് ഭയങ്കര വേദനയിലൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജായി മാറും. അന്നത്തേക്കിന് ഭയങ്കര വേദനയോടുകൂടി കുറച്ച് നാൾ കഴിയുമ്പം കുറേ നാൾ ഇങ്ങനെ വേദനയൊക്കെ അനുഭവിച്ച് മരണം സംഭവിക്കേണ്ടി വരും. അല്ലാതെ ഒറ്റയടിക്കൊന്നും മരണം സംഭവിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി വരും. അപ്പോൾ ഇതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ആദ്യമേ തുടക്കത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് തുടക്കത്തിലേ ഇത് അറിയാൻ പറ്റി, ചികിത്സിക്കാൻ പറ്റി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു തന്നു. ഒന്നും പേടിക്കേണ്ട ഒരു സ്റ്റേജിലല്ല. അദ്ദേഹത്തിന് ഇനിയും ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അത് ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. റേഡിയേഷനൊക്കെ നടത്തി അസുഖം ഭേദമായി മാറുക തന്നെ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.